ശിവകാർത്തികേയൻ്റെ അമരൻ ഇപ്പോൾ റിലീസ് ചെയ്തൊരു ഓൾമോസ്റ്റ് 25 ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 31 സിനിമ റിലീസ് ചെയ്തത്. 25 ദിവസം ആവാറായി. ശിവകാർത്തികേയൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് അമരൻ എന്ന് പറയുന്ന സിനിമ. രജനീകാന്ത്, വിജയ്, കമൽഹാസൻ ഇവരുടെ കൂട്ടത്തിലേക്ക് 300 കോടി ക്ലബിലേക്ക് കയറുന്ന നെക്സ്റ്റ് ആക്ടർ എന്നുള്ള ലെവലിൽ വലിയൊരു അച്ചീവ്മെൻ്റാണ് ശിവകാർത്തികേയൻ ചെയ്തിട്ടുള്ളത്. അമരൻ അത്രമാത്രം എന്താ പറയുക, ശിവകാർത്തികേയൻ്റെ കരിയറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയായിരുന്നു. അത് ഇനി എല്ലാ കാലത്തും ആവും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്ലേസിലേക്ക് ശിവകാർത്തികേയനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ 4 ആഴ്ച ആവുന്നു ഈ സിനിമ റിലീസ് ചെയ്തിട്ട്. 4 ആഴ്ചയായിട്ടും അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തൃശ്ശൂരൊക്കെ നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ട്. ഇപ്പോഴും തൃശ്ശൂർ ജോസിൽ 2 ഷോ പടം കളിക്കുന്നുണ്ട്. 31 തീയതി ഒക്ടോബർ 31 4 ഷോ ആയിട്ട് റിലീസ് ചെയ്ത പടമാണ്. 25 ദിവസമായിട്ടും നല്ല രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 2024 ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് അമരൻ. അതേ മാത്രമല്ല തമിഴ്നാട്ടിലെ തമിഴ് സിനിമകൾ ബുക്ക് മൈ ഷോ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ടിക്കറ്റ്സുകൾ സെയിലായിട്ടുള്ള പടമായിട്ട് മാറിയിരിക്കുകയാണ് അമരൻ. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 150 കോടി കളക്ഷനിലേക്ക് പടം നീങ്ങുകയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 300 കോടി കളക്ഷനായിട്ട്. അപ്പോൾ നമുക്കറിയാം, മേജർ മുകുന്ദ് വരദരാജൻ്റെ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് അമരൻ പടം എടുത്തിട്ടുള്ളത്. ശരിക്കും ഭയങ്കര എന്താ പറയുക, നല്ല ഫീൽഫുൾ ടച്ചായിട്ട് ആ പടം രാജ്കുമാർ പെരിയസ്വാമിക്ക് എടുക്കാൻ പറ്റി. ആ സിനിമയുടെ ഒരു വിജയത്തിന് കുറേയൊക്കെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ വെങ്കട് പ്രഭുവിൻ്റെ ഗോട്ടിൽ ദളപതി ആ തുപ്പാക്കി കൊടുക്കുന്ന സീൻ വെച്ചിട്ട് ആളുകൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അടുത്ത ദളപതിയുടെ സ്ഥാനത്തേക്ക് ശിവകാർത്തികേയനെ പ്ലേസ് ചെയ്തിട്ടാണ് എല്ലാവരും കണ്ടത്. ദളപതി ഫാൻസിന് നല്ല സപ്പോർട്ട് ഓൾറെഡി തമിഴ്നാട്ടിലെ ശിവകാർത്തികേയനുണ്ട്. അപ്പോൾ അതും സിനിമയുടെ നല്ല പെർഫോമൻസും എല്ലാം കൂടിയായപ്പോൾ അമരനെ വേറെ ഒരു ലെവലിലേക്ക് അമരൻ വന്നു. സായി പല്ലവിയുടെ ഗംഭീര പെർഫോമൻസ്, GV പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക് സിനിമേനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു നമുക്കറിയാം. ഇതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും നമ്പർ 1 എന്നുള്ളത് മുകുന്ദ് വരദരാജനായിട്ട് ശിവകാർത്തികേയൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളി ശരിക്കും ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ലെവലിൽ ജീവിച്ച് പെർഫോം ചെയ്ത കാരണം തന്നെ സിനിമ വേറെ ലെവലിലേക്ക് എത്തി. 2024 ശരിക്കും തമിഴ് സിനിമയ്ക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് അമരൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ അമരൻ ഇനി എത്രയാണ് ഫൈനൽ കളക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും നോക്കണത്. അപ്പോൾ എൻ്റെ ഒരു ഊഹപ്രകാരം ഒരു 360 പോയി നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. 360 എന്ന് പറഞ്ഞ ശിവകാർത്തികേയനെ സംബന്ധിച്ച് 10 വർഷം കൊണ്ട് ഉള്ളൊരു നടൻ്റെ കരിയോഗ്രാഫിൽ ഭയങ്കര വലിയ ഗ്രോത്താണ്, ചില്ലറ ഗ്രോത്തൊന്നുമില്ല. അപ്പോൾ അമരൻ എന്ന് പറയുമ്പോൾ നമുക്കെന്താ പറയുക, അമരൻ ശരിക്കും കയറി കൊളുത്തി എന്ന് പറയില്ലേ. അപ്പോൾ ചുമ്മാതല്ല ദളപതി വിജയ് തുപ്പാക്കി കൊടുത്തതെന്നൊക്കെ, അതിനോടൊന്നും എനിക്കങ്ങനെ അഭിപ്രായം ഇല്ലെങ്കിൽ കൂടിയിട്ട് ഇതൊരു ബയോഗ്രഫിയും കൂടിയാണ്. ശിവകാർത്തികേയൻ്റെ നല്ല പെർഫോമൻസുമാണ്. ശിവകാർത്തികേയൻ്റെ കരിയർഗ്രാഫിൽ ഇനി മുരുകദാസിൻ്റെ പടം വരാൻ പോണത്, പിന്നെ സുധാ കോങ്കരായിട്ടുള്ള പടം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഈ അമരൻ നല്ല ബൂസ്റ്റപ്പ് കൊടുത്തു. എൻ്റെ ഡയറക്ടർ രാജ്കുമാർ പെരിയസ്വാമി AR മുരുകദാസിൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇപ്പോൾ അടുത്ത് ധനുഷയുടെ പടം വരാൻ പോണേ. അപ്പം എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ലൊരു ക്ലീൻ സമയം എന്ന് പറയില്ലേ. രാജ്കമൽ ഫിലിംസ് ഇൻ്റർനാഷണലാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പെട്ടിയിൽ കുറേ കാശ് ധാരം വന്നു. അപ്പം എല്ലാം കൊണ്ടും അമരൻ ഒരു ക്ലീൻ ഹിറ്റായി. അമരൻ ശരിക്കും ശിവകാർത്തികേയൻ്റെ കരിയറിൽ എടുത്തെഴുതപ്പെടുന്ന ഒരു പേരുള്ള പടമായി മാറി. അപ്പോൾ അമരൻ നിങ്ങൾ എത്ര പേര് കാണാത്തവരുണ്ടെന്നറിയില്ല, കണ്ടവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.